അങ്ങനെ കടയിൽ ചെന്നിട്ട് ആദ്യം പോയത് ഫിഷിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും മീറ്റിനെയും ചിക്കനെക്കാട്ടിയൊക്കെ ഇഷ്ടം ഫിഷാണ്. സാധനമൊക്കെ മേടിച്ചിട്ട് റൂമിലോട്ട് ഓടിയൊന്നും പോകത്തില്ല, പയ്യെ പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കിടന്നാ മതി. ഫുഡ് ഉണ്ടാക്കണ്ടേ? ചായ ഇട്ടിട്ട് വരുമ്പോ ഇവിടെ കിടന്ന് ഉറങ്ങാനല്ലേ? ഓക്കെ. ഇനി അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുക്കിങ്ങിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചാൽ പിന്നെ പെട്ടെന്ന് ആവുമല്ലോ. അതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ടയേർഡായപ്പോൾ വിനൂസിൻ്റെ അടുത്ത് പോയി കുറച്ചേരം ഇങ്ങനെ നിന്നു. നമ്മൾ കുക്ക് ചെയ്യാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കോ. ഇനി കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്തൊക്കെയാണെന്നറിയോ? മോര് വെക്കും. മോരിനുള്ളത് കരച്ച് വെച്ചേക്കുക. പിന്നെ ഇത് മീൻ കറിക്കുള്ള മീന് പുളിവെള്ളം ഒഴിച്ച് വെച്ചേക്കുക. വറുക്കാനുള്ള കോൺസ്, ഇത് അതിന് വേണ്ട ഉള്ളി സാധനങ്ങളും. പിന്നെ ഇത് ക്യാബേജ് തോരനുള്ളത്. 1 മില്യൺ വേണോ? അപ്പൊ നല്ലപോലെ ഷൂട്ട് ചെയ്യണം. ഈ ലേഡീസിന് ഒരു പ്രത്യേക സ്കില്ലുണ്ട്. എന്തോന്നറിയാവോ? എന്താന്നറിയോ വിനുവിന്? മൾട്ടി ടാസ്കിങ് ആണ് അവര്. ഒരടുപ്പിൽ നമ്മൾ മീൻകറിയും വെക്കും, അടുത്തടുപ്പിൽ നമ്മൾ ക്യാബേജ് തോരനും ഉണ്ടാക്കും. 1/2 മണിക്കൂർ ഇതാ പടപടയെ നിൽക്കും ഉണ്ടാക്കി. ഇനി ഉണ്ടാക്കുന്ന പോലെ അല്ല, ഏകദേശം കുറച്ചങ്ങ് ഇടുക. ഇനി വേരി കുറച്ച് കൂടിയ കുഴപ്പമുണ്ടോ? ഗോൾ അടിക്കുമ്പോ ഇങ്ങനെ ഗോൾ അടിക്കല്ലേ. മല്ലിപ്പൊടി നമുക്ക് കുറച്ചിടാം. മഞ്ഞപ്പൊടി, ഒരു കറിവേപ്പില കുറച്ചിടാം. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ. വാട്ടട്ടാക്ക് തുറന്നിടണൊക്കെ വിടുവാന്ന പൈസ ഓഫറിലൊക്കെ വെള്ളം കിട്ടും കടയെന്നൊക്കെ. അതൊക്കെ സംഭവം ശരിയാ. ഓഫർ കിട്ടുമെന്ന് പറഞ്ഞ് കറിക്ക് വെള്ളം വേണ്ടേ? മീൻ അരച്ചിട്ടുള്ള അടുപ്പ് വേണ്ടേ? ചിലയിടത്തൊക്കെ ഇങ്ങനെ വെക്കുന്നതിന് മുളകും പുളി എന്നും പറയാറുണ്ട്. നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്ത് പറയുന്നേ? എരിക്കറി കഴിക്കാറ് ഞങ്ങൾ. വീട്ടിലൊക്കെ കോമൺലി നമ്മുടെ ആ ഏരിയയില് എല്ലായിടത്തും എരിക്കറി തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ എരിക്കറിയുന്നു. മോസ്റ്റ്ലി ഹിന്ദുസ് പറയുന്നത് മുളകും പുളി എന്നാണ്. വീഡിയോ ഫുള്ള് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. ഓക്കെ? വീഡിയോ ഫുള്ള് കണ്ടാല് നേരിട്ടാണ് മനസ്സിലാവും. ചുവപ്പ് കളർ വിനു അല്ല ഇട്ട് തന്നെ അത്. എന്നിട്ട് ചോദിക്കുന്നത് ചുവപ്പ് കളറാന്ന്. ഓക്കെ, ഇപ്പൊ മീൻ ഇടണം. നാരങ്ങ എവിടെ? കൊറേ നേരം മുന്നേ പറഞ്ഞു നാരങ്ങ വെള്ളം തരാമെന്നിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. നാരങ്ങ പിഴിഞ്ഞ ഫ്രിഡ്ജിലെ ജിപ്പ് എടുത്തോണ്ട് വെയിറ്റ്. ഓക്കെ, പെട്ടെന്നാവട്ടെ. പിന്നെ കിട്ടിട്ടുണ്ടോ? വെള്ളം. പച്ചമുളക് ഇട്ടാ? പച്ചമുളക് എന്തോരം ഇട്ടിട്ടുണ്ട്. ഓക്കെ, പച്ചമുളകുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ലൈറ്റായിട്ട് ഇഞ്ചി ഇട്ടെന്ന് തോന്നുന്നു. ഇഞ്ചിയുണ്ട്, നാരങ്ങ ഉണ്ട്, വെള്ളം ഉണ്ട്. പിന്നെന്താ ഉപ്പ് മാത്രം ഇട്ടേ? പഞ്ചസാരയും ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാ കറി? അടുത്തതായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന നാടകം കാച്ചിയ മോര് അഥവാ മോര് കാച്ചിയത്. ഒരു സ്പെഷ്യൽ മണം വരുന്നുണ്ടോ? സ്പെഷ്യൽ മണം വരുന്നു. കൊഞ്ചിനൊരു പ്രത്യേക ടേസ്റ്റ് വരാനേ നമ്മൾ രണ്ടും വെളുത്തുള്ളി കൂടി ഇട്ടാൽ മതി. അത് വറക്കുമ്പോൾ കൊഞ്ചിന്റെ ഗുണം കളയാനായിട്ടാണോ ടേസ്റ്റ് കൂട്ടാനാണോ? ടേസ്റ്റ് കൂടും, നല്ലൊരു മണം വരും. ആര് പറഞ്ഞു? ഇത് എന്റെ ടിപ്പാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. വെളുത്തുള്ളി ഇടണം.